സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുന്നു. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടെ ഈ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടു. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, സംസ്ഥാനത്ത് ഇനിയിപ്പോൾ നാളെയൊന്നും മഴ മുന്നറിയിപ്പ് എങ്ങും തന്നെ ഇല്ല. ഈ ന്യൂനമർദ്ദം എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് ദുർബലമാകുമെന്ന തരത്തിലേക്കാണോ ഇപ്പോൾ വിവരം? അനുജ, ഈ കാലവർഷ സീസണിലെ ആദ്യ ന്യൂനമർദ്ദമാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിട്ടുള്ളത്. അത് മാത്രമല്ല, ഗുജറാത്തിന് മുകളിൽ ഒരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ സ്വാധീനം സംസ്ഥാനത്ത് അത്ര കണ്ട് ഉണ്ടാകില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇതിലേറ്റവും പ്രധാനം, കാലവർഷക്കാറ്റ് നിലവിൽ സജീവമായിരിക്കുന്നത് കർണാടക, ഗോവ, മഹാരാഷ്ട്ര തീരങ്ങളിലാണ്. കേരളത്തിൽ കാലവർഷക്കാറ്റ്, അതായത് കേരള തീരത്ത് കാലവർഷക്കാറ്റ് ദുർബലമാണ്. തെക്ക് പടിഞ്ഞാറൻ കാറ്റ് അതിന്റെ ശക്തി കുറഞ്ഞെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്ത് വലിയ സ്വാധീനം, ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം ഉണ്ടാകില്ല. അത് മാത്രമല്ല, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെയും സ്വാധീനം സംസ്ഥാനത്ത് അത്ര കണ്ടുണ്ടാകില്ല. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങൾ വരെ ലഭിച്ച തീവ്രമായ മഴ അതിന്റെ ശക്തി കുറയുകയാണ്, അത് ദുർബലമാവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് സംസ്ഥാനത്ത് ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയ്ക്കുള്ള പ്രവചനമുള്ളത്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അത് ഈ 5 ജില്ലകളിലായി ചുരുക്കുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എന്നുള്ളതാണ്. മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. ഈ മഴയ്ക്കൊപ്പം നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും കൂടി സാധ്യതയുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ ആ ജാഗ്രത തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പുള്ളത് തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. കാരണം ഈ തീരങ്ങളിൽ 3 മീറ്റർ മുതൽ 3.3 മീറ്റർ വരെ ഉയരത്തിൽ ഉയർന്ന തിരമാലയ്ക്ക് കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിൽ സാധ്യതയുണ്ട്. ഒപ്പം കടലേറ്റത്തിനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. കണ്ണൂർ, കാസർഗോഡ് തീരങ്ങൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. അതുമാത്രമല്ല, കേരള തീരങ്ങളിൽ പൊതുവിൽ ഈ കടലേറ്റത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നതായി ജാഗ്രതാ മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും നൽകുന്നുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. അതുമാത്രമല്ല, കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുകയും ചെയ്യുന്നുണ്ട്. അനുജ, സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് ശമനമാകുന്നു. മലയോര മേഖലകളിൽ മഴ തുടരാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരമാണ് അലക്സ് റാം മുഹമ്മദ് നൽകിയത്.